രണ്ടാമത്തെ ഉന്നത ഭരണഘടനാ പദവിയാണ് ഉപരാഷ്ട്രപതി സ്ഥാനം. എന്നാൽ ഇന്ന് രാജ്യത്തിന്റെ ആ പദവി ഒഴിഞ്ഞുകിടക്കുകയാണ്. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം തുടങ്ങിയ ദിവസം തന്നെയായിരുന്നു ഉപരാഷ്ട്രപതിയായിരുന്ന ജഗദീപ് ധൻഖറിന്റെ രാജി. പലവിധ വിവാദങ്ങൾക്കും ഊഹാപോഹങ്ങൾക്കും ഈ സംഭവം വഴിവെച്ചിരിക്കുകയാണ്. ഭരണപക്ഷത്തിന്റെ നാവായി മാറി RSSന്റെ അതേ നിലപാട് പരസ്യമായി സ്വീകരിച്ചിരുന്ന ധൻഖറിന്റെ ഈ പെട്ടെന്നുള്ള തീരുമാനവും ഈ രാജിക്കാര്യത്തിൽ ഒരു തരത്തിലും വിശദീകരണം നൽകാത്ത മോദി ഭരണകൂടവും ദുരൂഹതകൾ വർദ്ധിപ്പിക്കുകയാണ്. ആരോഗ്യ കാരണങ്ങളാൽ അടിയന്തരമായി രാജിവെക്കുന്നുവെന്നായിരുന്നു ജഗദീപ് ധൻഖർ അറിയിച്ചത്. ഭരണഘടനയുടെ 67A പ്രകാരം കൈമാറിയ രാജിക്കത്ത് രാഷ്ട്രപതി ഉടൻ തന്നെ അംഗീകരിക്കുകയും ചെയ്തു. ഭരണകൂടത്തോട് ഇത്രയും കൂറ് പുലർത്തിയയാൾ പെട്ടെന്നങ്ങ് രാജിവെച്ചതാണോ അതോ ഇനി BJP തന്നെ പുകച്ചു പുറത്തു കളഞ്ഞതാണോ എന്നതാണ് ഇപ്പോൾ ഉയരുന്ന ചോദ്യങ്ങൾ. രാജിക്കാര്യത്തിൽ മോദി സർക്കാർ ഒരക്ഷരം മിണ്ടിയില്ല. തുടരുന്ന ഈ മൗനം പല ചർച്ചയ്ക്കും വഴിവെച്ചിട്ടുണ്ട്. ഭരണഘടനാ പദവികളെ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ മാത്രം വെച്ച് ദുരുപയോഗം ചെയ്യുന്ന പ്രവൃത്തികൾ മോദി സർക്കാർ ഒരു പതിവാക്കിയിരിക്കുകയാണ്. തങ്ങൾക്ക് പ്രിയപ്പെട്ടവരെ ഗവർണറായി നിയമിച്ച് ഭരണ സംവിധാനത്തിൽ വിള്ളലുണ്ടാക്കുകയെന്ന BJPയുടെ തരം താണ രാഷ്ട്രീയ കളി കേരളം, തമിഴ്നാട് എന്നിങ്ങനെ പ്രതിപക്ഷം ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. അതേ രീതിയിൽ ഉന്നതമായ ഭരണഘടനാ പദവിയിൽ വരെ കടന്നുകയറുകയാണ് BJP. പാലം കടക്കുവോളം നാരായണ, പാലം കടന്നാൽ കൂരായണ എന്ന് പറയും പോലെ BJP രാഷ്ട്രീയ ലക്ഷ്യത്തിന് വേണ്ടി പരമാവധി ഉപയോഗിച്ച് കാര്യം കഴിഞ്ഞപ്പോൾ ധൻഖറിനെ കറിവേപ്പില പോലെ എടുത്ത് പുറത്തു കളഞ്ഞു. ഇനി ഉപരാഷ്ട്ര പദവിയിലേക്ക് തങ്ങൾക്ക് രാഷ്ട്രീയ ഗുണമുണ്ടാക്കുന്ന സ്ഥാനാർത്ഥിയെ കണ്ടെത്തുകയെന്നതാണ് BJPയുടെ ലക്ഷ്യം. കാരണം ഇനി വരാൻ പോകുന്നത് ബീഹാർ ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പാണ്. പാർലമെന്റും രാഷ്ട്രീയ ഭരണ നേതൃത്വവും തമ്മിലുള്ള ഈ ചങ്ങാത്തത്തെക്കുറിച്ച് വളരെ പ്രധാനമായ ചോദ്യങ്ങളാണ് ഇന്ന് രാജ്യത്തുയരുന്നത്. കർഷക പ്രക്ഷോഭത്തെ തുടർന്ന് ഇടഞ്ഞു നിന്ന ജാട്ട് വിഭാഗത്തെ അണിനയിപ്പിക്കാനായിരുന്നു പശ്ചിമ ബംഗാൾ ഗവർണറായിരുന്ന ധൻഖറിനെ കേന്ദ്ര സർക്കാർ 2022 ഉപരാഷ്ട്രപതിയാക്കിയത്. കിസാൻ പുത്ര അഥവാ കർഷകന്റെ മകൻ എന്ന പേരിലാണ് BJP ധൻഖറിനെ അവതരിപ്പിച്ചത്. ഉപരാഷ്ട്രപതിയായതിനു ശേഷം താൻ ജാട്ട് വിഭാഗക്കാരനാണെന്നും കർഷകനാണെന്നും ധൻഖർ ആവർത്തിച്ചു പറയുന്ന പല അവസരങ്ങളും ഉണ്ടായിട്ടുണ്ട്. എന്നാൽ ഇപ്പോൾ ജാട്ട് വിഭാഗത്തെ ഉപയോഗിച്ച് കേന്ദ്ര സർക്കാരും BJPയും രാഷ്ട്രീയ ലക്ഷ്യം നേടിയെന്നും അത് കഴിഞ്ഞപ്പോൾ ധൻഖറിനെ കറിവേപ്പില പോലെ വലിച്ചെറിഞ്ഞെന്നുമാണ് ഉത്തരേന്ത്യയിൽ ഉയരുന്ന വികാരം. രാജ്യസഭാ അധ്യക്ഷൻ എന്ന രീതിയിൽ ഭരണപക്ഷത്തെ പ്രീതിപ്പെടുത്തുന്നതിൽ ഇത്രയും നാണം കെട്ട നിലപാട് സ്വീകരിച്ച മറ്റൊരു വ്യക്തി ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല എന്നതാണ് ഈ വിവാദ പരാമർശങ്ങളെല്ലാം തെളിയിക്കുന്നത്. അത്രയേറെ പക്ഷപാതപരമായി പെരുമാറുന്ന ധൻഖറിനെതിരെ കഴിഞ്ഞ ഡിസംബറിൽ പ്രതിപക്ഷം കുറ്റവിചാരണ പ്രമേയം കൊണ്ടുവന്നിട്ടുണ്ട്. രാജ്യത്ത് മുൻപെങ്ങുമില്ലാത്ത വിധം അങ്ങേയറ്റം പ്രത്യക്ഷമായി ജഗദീപ് ധൻഖർ BJP സർക്കാരിന്റെ നാവായി മാറിയിരുന്നു. ഉപരാഷ്ട്രപതി പദം മാത്രമല്ല, പശ്ചിമബംഗാൾ ഗവർണർ, രാജ്യസഭാ അധ്യക്ഷൻ എന്നീ നിലകളിലുള്ള ധൻഖറിന്റെ പ്രകടനം തികച്ചും ജനാധിപത്യ വിരുദ്ധമായിരുന്നു എന്നുള്ളത് പകൽ പോലെ വ്യക്തമാണ്. വിവാദ ജസ്റ്റിസ് യശ്വന്ത് വർമ്മയെ തൽസ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്യണമെന്നാവശ്യപ്പെടുന്ന പ്രതിപക്ഷത്തിന്റെ നോട്ടീസിന് അംഗീകാരം നൽകിയത് BJP സർക്കാരും ഉപരാഷ്ട്രപതിയും തമ്മിലുള്ള തർക്കത്തിന് കാരണമായിട്ടുണ്ടെന്നാണ് പറയുന്നത്. എന്തൊക്കെയായാലും ഉപരാഷ്ട്രപതിയുടെ രാജിയിലേക്ക് നയിച്ചതിലേക്കുള്ള സാഹചര്യത്തെക്കുറിച്ച് വ്യക്തമാക്കാനുള്ള ബാധ്യത കേന്ദ്ര സർക്കാരിനുണ്ട്. പല കാര്യങ്ങളിലും മോദി സർക്കാർ സ്വീകരിക്കുന്ന ഈ മിണ്ടാതിരിക്കൽ നയം വിരൽ ചൂണ്ടുന്നത് സർക്കാരിന്റെ ഒളിച്ചുകളിയിലേക്കാണ്. പ്രധാനപ്പെട്ട പലതും ജനങ്ങളിൽ നിന്ന് BJP മറച്ചുവെക്കുന്നു എന്ന് സാരം.